വിവോയുടെ Vivo X200 Ultra എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന വിവോയുടെ സ്മാർട്ട് ഫോണാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Vivo X200 Ultra എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ Vivo X200 Ultra'യിൽ 6.82 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഏകദേശം 93.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ, ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് ആണ് വരുന്നത്. 2160 ഹെർട്സിൻ്റെ PWM ടിമ്മിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആർമർ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 229 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.69 mm ആണ്. പിന്നെ IP68, 69 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മികച്ചൊരു IP റേറ്റിംഗ് ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നല്ല വൈബ്രേഷൻ എഫക്റ്റിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള ഒറിജിനൽ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഇതിൽ ലഭിക്കേണ്ടതാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ 1.69 അപ്പേഴ്സിൽ വരുന്ന സോണി LYT-818ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇതിൽ OIS-ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് സോണി LYT-818ൻ്റെ സെൻസർ തന്നെയാണ്. പിന്നെ മൂന്നാമത് 200 മെഗാ പിക്സലിൻ്റെ സാംസങ് HP9ൻ്റെ ഒരു ടെലിഫോട്ടോ പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. f1.69 അപ്പേഴ്സിലാണ് ഈ ഒരു സെൻസർ വരുന്നത്. ഇതിൽ OIS-ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.7x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ക്യാമറ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ Vivo V3+ ചിപ്പും അതുപോലെ തന്നെ Vivo VS1 ചിപ്പും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി ബെറ്റർ ആവേണ്ടതാണ്. ഇപ്പം Vivo X200 സീരീസിൽ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അൾട്രാ വെർഷനിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ ഇവർ ഒരു ടെലിഫോട്ടോ കിറ്റ് സെപ്പറേറ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2.35x ഒപ്റ്റിക്കൽ സൂം എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ലൊരു ക്യാമറ പെർഫോമൻസും എക്സ്പെക്റ്റ് ചെയ്യാം. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 6499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 75,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഓൺ പേപ്പർ നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത് എന്ന് പറയാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും വില 1 ലക്ഷത്തിന് മുകളിൽ പോയേക്കാം. 1,10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ X200 Ultra എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.